ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണല്ലോ മുഖ്യമന്ത്രിയുടെ മകന് നേരെ ഇഡിയുടെ സമൻസും വന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. വളരെ കൗതുകകരമാണ് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനവും അദ്ദേഹത്തിൻ്റെ മറുപടിയൊക്കെ. അദ്ദേഹം പറയുന്നത്, എൻ്റെ മകനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, രാഷ്ട്രീയ രംഗത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. കേരളത്തിലെ എത്രയോ ചെറുപ്പക്കാർ കേരളത്തിൻ്റെ തെരുവുകളിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മകനെ ആ മേഖലയിലൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം SFIയുടെയും DYFIയുടെയും ഒക്കെ സമര പാരമ്പര്യത്തെ പോലും തള്ളിപ്പറയുകയാണെന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. രണ്ടാമത്, പേരാമ്പ്ര വിഷയത്തിലാണെങ്കിൽ DYFIയും SFIയൊക്കെ നിരന്തരമായി യൂത്ത് കോൺഗ്രസിനെതിരെയൊക്കെ വലിയ പ്രചരണമൊക്കെ നടത്തുന്നു. ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ സമര പാരമ്പര്യത്തെ കൂടി അവർ ചോദ്യം ചെയ്യുകയാണ്. തെരുവിൽ സമരം ചെയ്യുമ്പോൾ പോലീസിൻ്റെ ലാത്തി ചാർജ് ഉണ്ടാകുമെന്നും പോലീസ് ഒരുപക്ഷേ ലാത്തി ചാർജ് നടത്തുമെന്നും അറിയാത്തതുകൊണ്ടല്ല ഞങ്ങളതിനെ പ്രതിഷേധിക്കുന്നത്. അവിടെ നടന്നത് അകാരണമായ രീതിയിലുള്ള മർദ്ദനമായതുകൊണ്ടും CPMൻ്റെ പക്ഷം ചേർന്ന് പിടിച്ചുകൊണ്ടുള്ള അക്രമമായതുകൊണ്ടാണ് അതിനെതിരെ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകനെതിരെ നോട്ടീസ് വരുമ്പോൾ അത് മറച്ചു വെക്കുന്നതെന്ന് മാത്രമല്ല, അത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മറ്റു വിവാദങ്ങളുണ്ടാക്കി അതിനെ വിഷയത്തിൽ നിന്ന് വഴിതിരിച്ച് വിടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പോലീസിന് അതിനെ മറയാക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചേലക്കരയിലെ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് അന്നേ ദിവസം അവരുടെ മുഖംമൂടി അണിയിച്ചും വിലങ്ങണിയിച്ചുമാണ് കോടതിയിൽ കൊണ്ടുപോയത്. അതേ സാഹചര്യത്തിൽ തന്നെ അറസ്റ്റ് ചെയ്ത SFI പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കൊണ്ടുപോയപ്പോൾ മുഖംമൂടിയില്ല, വിലങ്ങില്ല. അപ്പോൾ ആ ദിവസങ്ങളിലാണ്, ചേലക്കരയിലെ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങളിലാണ് ഇവിടെ DYFIയുടെ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ മാധ്യമ ശ്രദ്ധയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്നൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് സംവിധാനത്തെ ഈ സർക്കാർ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസാണെങ്കിൽ കഥയറിയാതെ ആട്ടം കളിക്കുന്ന ആളുകളെ പോലെ, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ചരലിൽ കെട്ടിച്ചാടുന്ന കുട്ടിക്കുരങ്ങന്മാരെ പോലെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് നേരെ കുതിര കയറാൻ വേണ്ടി വരികയാണ്. അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് നേരെയുള്ള വിമർശനങ്ങളോട് ഉയർന്നു വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും പേരാമ്പ്രയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് കയറി ഇറങ്ങാനുള്ള തീരുമാനം കൂടി എടുത്തിട്ടുള്ളത്. വളരെ കൗതുകകരമായൊരു കാര്യം, അദ്ദേഹം പറയുന്നത് എൻ്റെ മകന് നേരെ നോട്ടീസ് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വന്നിട്ടില്ലെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മക്കളെപ്പറ്റി അഭിമാനമുണ്ടെങ്കിൽ ED ഒരു നോട്ടീസ് കൊടുത്താൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMൻ്റെ പ്രധാനപ്പെട്ട നേതാവ് നിലയിൽ അദ്ദേഹം പറയേണ്ടത്, ED എൻ്റെ മകന് നേരെ നോട്ടീസ് അയച്ചു, ഇത് അകാരണമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാം. അതിന് പകരം അങ്ങനെയില്ല എന്ന് ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അതിനെ ശരിവെക്കുന്നു, ED നോട്ടീസ് അയച്ചു എന്ന് ശരിവെക്കുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങളിങ്ങനെ ഒളിച്ചു വെക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോണിയാഗാന്ധിക്ക് നേരെ ED നോട്ടീസ് അയച്ചു, രാഹുൽ ഗാന്ധിക്ക് നേരെ ED നോട്ടീസ് അയച്ചു, മണിക്കൂറുകൾ നീണ്ടുന്ന ചോദ്യം ചെയ്യൽ നടത്തി, P ചിദംബരത്തെ അറസ്റ്റ് ചെയ്ത് 100 ദിവസം ജയിലിലിട്ടു, കർണാടക ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇവരെല്ലാം കോൺഗ്രസ്സാണ്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും DK ശിവകുമാറും P ചിദംബരം അടക്കമുള്ള ആളുകളൊക്കെ കോൺഗ്രസ് ആയതുകൊണ്ടാണ് നോട്ടീസ്, ചോദ്യം ചെയ്യൽ, അറസ്റ്റ്, ജയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൻ്റെ നേരേക്ക് വരുമ്പോൾ നോട്ടീസും കൂടെ ഒത്തുതീർപ്പും മാത്രമാണ് സംഭവിക്കുന്നത്. ആ ഒത്തുതീർപ്പ് കേരളത്തിലെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ ഞാനിവിടെ തൃശ്ശൂരിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, ഈ തൃശ്ശൂർ പാർലമെൻറ്റ് സീറ്റിലടക്കം നടന്നിട്ടുള്ള പല ഒത്തുതീർപ്പുകളിലേക്ക് തുടക്കങ്ങളൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.